നമസ്കാരം. പ്രധാന വാർത്തകൾ. അടുത്ത 3 മണിക്കൂർ ശ്രദ്ധിച്ചോ. ഈ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയെത്തും. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് അലർട്ട്. ഇന്നലെ രാത്രിയിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും വീശിയിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 6ാം ക്ലാസ്സുകാരനെ കണ്ടെത്തി. തൃപ്പൂണിത്തറയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ മാർഗമാണ് കുട്ടി എറണാകുളത്ത് എത്തിയതെന്നാണ് വിവരം. 6ാം ക്ലാസ്സുകാരനായ കുട്ടിയെ ഇന്നലെ വൈകുന്നേരം മുതലാണ് കാണാതായത്. അമ്പലത്തിൽ പോകാനെന്ന് പറഞ്ഞാണ് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഫോർട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുന്നതിനിടെയാണ് കുട്ടിയെ കണ്ടെത്തിയത്. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ മിന്നലേറ്റ് സ്ത്രീക്ക് ദാരുണാന്ത്യം. കളമശ്ശേരിയിൽ ലൈല എന്ന സ്ത്രീയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് മിന്നലേറ്റത്. ഇവരുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വീട്ടിലേക്ക് കയറുന്നതിനായി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവർക്ക് മിന്നലേറ്റത്. യുവാവ് കൊക്കയിൽ വീണത് 70 അടി താഴ്ചയിലേക്ക്. ഒടുവിൽ രക്ഷ. കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ യുവാവ് കൊക്കയിൽ വീണു. ചീങ്കൽ സിറ്റി സ്വദേശി സാംസൺ ആണ് അപകടത്തിൽപ്പെട്ടത്. തൊടുപുഴ ഫയർഫോഴ്സ് എത്തി യുവാവിനെ രക്ഷപ്പെടുത്തി. പുലർച്ചെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം സാംസൺ കോട്ടപ്പാറയിലെത്തിയത്. പാറയിൽ തെന്നി 20 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത്. പരിക്കേറ്റ സാംസണെ തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കുകൾ ഗുരുതരമല്ല. നെടുമ്പാശ്ശേരി കൊലപാതകം. CISF ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി CISF DIG ആർ പൊന്നി, AIG ശിവപാണ്ഡെ എന്നിവർ നെടുമ്പാശ്ശേരിയിലെത്തി. CISF ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേർന്നു. റിമാൻഡിലായ സാഹചര്യത്തിൽ പ്രതികളെ സർവീസിൽ നിന്ന് നീക്കാൻ നടപടി ആരംഭിക്കാൻ നിർദ്ദേശം നൽകി. അന്വേഷണവുമായി ബന്ധപ്പെട്ട CISF AIG കേരളത്തിൽ തുടരും. CISF ഉദ്യോഗസ്ഥരായ പ്രതികളെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ഐവിൻ ജിജോയുടെ കുടുംബവും ആവശ്യപ്പെട്ടു. ഇപ്പോൾ നാട്ടിൽ ജീവിക്കാൻ ഭയമാണെന്ന് ഐവിന്റെ അമ്മ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ജീവനക്കാരായാൽ എന്തു ചെയ്യാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ച അവർ ഇനി ആർക്കും ഈ അവസ്ഥ ഉണ്ടാവരുതെന്നും ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ കേന്ദ്രം ഇടപെട്ട തക്കതായ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം.